ചിറ്റൂർ വിനേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 10ാമത് വർഷം അവധിക്കാല ഫുട്ബോൾ ക്യാമ്പിന് തുടക്കമായി. ചിറ്റൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഇന്റർനാഷണൽ അത്ലറ്റിക് KG ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരത്താണ് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജിലേക്ക് തിരിച്ചു വന്നു. അവിടെ പോയത് എൻ്റെ ഗൈഡൻസ് ഒക്കെ മാറി സ്പോർട്സ് ചെയ്യാൻ ഒരു അവസരം കൂടുതലായി കിട്ടി. പിന്നെ അതുകൊണ്ട് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിച്ചു. കാലിക്കറ്റ് ക്യാപ്റ്റനും പിന്നെ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി 2 പ്രാവശ്യം ഗോൾഡ് മെഡൽ കിട്ടി. പിന്നെ ഇവിടെ കുറെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു ആഗ്രഹമായിരുന്നു ജീവിതത്തിൽ ടാറ്റയിൽ പോയി ജോയിൻ ചെയ്യണമെന്ന്. ടാറ്റ അപ്പം നല്ലൊരു ഇന്ത്യയിലെ നമ്പർ 1 ടീമായിരുന്നു. കേരളത്തിൽ പ്രബല താരങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ടാറ്റയിൽ പോകണം. ഇവിടെ കുറെ ഓപ്പർച്യൂണിറ്റി എല്ലാത്തിലും റെയിൽവേ, പോലീസ് എല്ലാത്തിലും വിളിച്ചിട്ടുണ്ടായിരുന്നു. ടാറ്റയിൽ അങ്ങനെ 38 വർഷം ജീവിച്ചു. അവിടെ സ്പോർട്സും നല്ല ഫെസിലിറ്റീസും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ റിട്ടയർ ചെയ്തിട്ട് വന്നിട്ട് 5-6 മാസമായി. അപ്പൊ ലാസ്റ്റ് മെയിൽ ഇവിടെ വന്നപ്പോഴാണ് സുഭാഷ് ഇവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സുഭാഷ് നമുക്കൊരു സിസ്റ്റമാറ്റിക് ട്രെയിനിങ് തുടങ്ങണം, ഇത് കുറച്ച് പ്രൊഫഷണൽ രീതിയിൽ പോകണം. സുഭാഷ് നല്ലോണം മെനക്കെട്ടുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. അത് നമുക്ക് പോരാ, കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് പ്രൊഫഷണൽ ട്രെയിനിങ് ചെയ്താലേ ഇനി മുമ്പിലേക്ക് വരാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ കളിക്കുന്ന കളിയാണ് ഫുട്ബോൾ ലോകത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ ഗ്രാസ് റൂട്ട് ട്രെയിനിങ് പറയുന്നത്. ചെറുപ്പത്തിലേ നിങ്ങളെ കൊണ്ടുവന്ന ആ ലെവലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ്. അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ നമ്മൾ ഗ്രാസ് റൂട്ട് അവരുടെ ടാലന്റ് സെർച്ചിങ് ചെയ്തുകൊണ്ടിരിക്കാനാണ്. അതിന് എല്ലാവരും ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ പെട്ടെന്ന് കിട്ടില്ല. മിനിമം 10 വർഷമെങ്കിലും അധ്വാനിച്ചാലേ ഒരു ലെവൽ എത്തുള്ളൂ. വിന്നേഴ്സ് ക്ലബ് പ്രസിഡന്റ് പി അനീഷ് കുമാർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി CU ഗിരീഷ് കുമാർ, ചിറ്റൂർ തത്തമംഗലം നഗരസഭ ഉപാധ്യക്ഷൻ ശിവകുമാർ, ജയപ്രകാശ്, ചിറ്റൂർ CI മാത്യു എന്നിവർ പ്രസംഗിച്ചു. കുട്ടികൾക്ക് ഫുട്ബോളിനെക്കുറിച്ചും ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും ബോധവൽക്കരണവും നടത്തി.